ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടം 23-ാം വാരം തിങ്കൾ. തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നാം കാണുന്നത് യേശുനാഥൻ സാബത്ത് ദിവസം സിനഗോഗിൽ വെച്ച് കൈ ശോഷിച്ച ഒരുവനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ്. മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചാൽ സാബത്തിൽ രോഗശാന്തി നൽകുന്ന യേശുനാഥനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. 2 രീതിയിൽ ഈ സുവിശേഷ ഭാഗത്തെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ സാധിക്കും. ഒന്ന്, യേശുനാഥൻ്റെ നന്മയുടെ മേലുള്ള അധികാരത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത്, യേശുനാഥന് ജനങ്ങളോടുള്ള അനുകമ്പയെ സൂചിപ്പിക്കുന്നു. ആദ്യ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അതായത് യേശുനാഥൻ്റെ അധികാരം. എങ്ങനെയുള്ള അധികാരം? നന്മയുടെ മേലുള്ള അധികാരം. യേശുനാഥന് എന്നും നന്മയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. യേശുനാഥൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ നന്മയുടെ അധികാരം വിനിയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു സാബത്ത് ദരിദ്രർക്ക് മോചന ദ്രവ്യമാകുന്ന 3-ാമത്തെ സംഭവമായിട്ടാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുന്നത്. സിനഗോഗിലുണ്ടായിരുന്ന കൈ ശോഷിച്ചവന് യേശു സൗഖ്യം നൽകുമോ എന്ന് അവൻ്റെ എതിരാളികളായ ഫരിസേയരും നിയമജ്ഞരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നു. ഇത് സുവിശേഷകൻ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചാരക്കണ്ണുകളുമായി അവൻ്റെ എതിരാളികൾ കാത്തിരുന്നു എന്നത് തന്നെയാണ്. പിന്നീട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് യേശുനാഥൻ അധികാരത്തോടുകൂടെ കൈ ശോഷിച്ചവനോട് സംസാരിക്കുന്ന ഭാഗമാണ്. അവനോട് കൽപ്പിക്കുന്നു, നീ എഴുന്നേറ്റ് നടുവിലേക്ക് വന്നു നിൽക്കുക. കാരണമൊന്നേയുള്ളൂ, യേശുനാഥൻ എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്ന് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കാണുകയും അത് വിശ്വസിക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കൂടിയിരുന്ന എതിരാളികളും ഇത് കാണുകയാണ്. സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് ഉത്തമമെന്ന് യേശുനാഥൻ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും കൂടെ ചോദിക്കുകയാണ്. ഈ ചോദ്യം പണ്ട് ഇസ്രായേൽ ജനത്തോട് യേശയ്യാ പ്രവാചകനും ആമോസ് പ്രവാചകനും ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. യേശയ്യായുടെ പുസ്തകത്തിൽ നമുക്ക് 1-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ വായിക്കുവാൻ സാധിക്കുന്നു. അവർ മനുഷ്യർക്ക് നന്മയ്ക്ക് പകരം ദുരിതം ആകും വിധം സാബത്ത് നിയമം ദുഷ്കരമാക്കിയിരിക്കുന്നു. യേശു അത് തന്നെയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത്. സാബത്ത് ഒരിക്കലും മനുഷ്യന് ദുഷ്കരമാകരുത്. സാബത്ത് ദൈവത്തിൻ്റെ ദിവസമാണ്. അത് ദൈവികമായി ആഘോഷിക്കേണ്ട ദിവസമാണ്. നന്മ ചെയ്യേണ്ട ദിവസമാണ്. തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നന്മ ചെയ്യുന്ന യേശുനാഥനെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ കൈ ശോഷിച്ച അവനെ സുഖപ്പെടുത്തിക്കൊണ്ട് യേശു തൻ്റെ അധികാരം നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നത് സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 2-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ യേശുനാഥൻ്റെ അനുകമ്പയാണ്. സാബത്ത് ദിവസമാണെങ്കിലും ഏത് ദിവസം ആണെങ്കിലും ഒരു മനുഷ്യൻ പോലും ബുദ്ധിമുട്ടുകളിലോ ക്ലേശങ്ങളിലോ ദുഃഖത്തിലോ ആയിരിക്കരുത് എന്ന് യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരോടും അനുകമ്പ കാണിക്കുവാനും ഓരോ വ്യക്തികൾക്കും അവർക്ക് ആവശ്യമായത് കൊടുക്കുവാനും അങ്ങനെ എല്ലാവരിലേക്കും യേശുവിൻ്റെ ദൈവത്തിൻ്റെ സന്തോഷം കടന്നു വരുവാൻ നമ്മൾ അനുവദിക്കണമെന്നും സുവിശേഷ ഭാഗത്തിലൂടെ യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുമ്പോൾ യേശുനാഥനെ പോലെ എല്ലാവർക്കും നന്മ ചെയ്യുവാനും നന്മ ചെയ്തുകൊണ്ട് എന്നും ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.
ഒരു കാര്യം നമ്മളുടെ ശ്രദ്ധയിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നന്മയിൽ ജീവിക്കുവാനാണ്. നാം മറ്റുള്ളവരോട് കാണിക്കുന്ന ഓരോ നന്മയും അത് ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ഉള്ളതാണ്. അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് ദൈവം നൽകുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളിലേക്ക് കടന്നു വരുന്ന എല്ലാ വ്യക്തികൾക്കും നന്മ ചെയ്യുവാനും നന്മ ചെയ്തുകൊണ്ട് എല്ലാവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേരുന്നു.